നമസ്കാരം. ആയുർജീവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ആയുർജീവനത്തിൽ എപ്പോഴും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ പറയാൻ പോണത് ആസ്മയെ പറ്റിയാണ്. ആസ്മ ഒരിക്കലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്ന് പറയാൻ പറ്റില്ല. പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ആസ്മ. രണ്ട് തരത്തിലുള്ള ആസ്മയാണുള്ളത്. അലർജിക് ആസ്മയും നോൺ അലർജിക് ആസ്മയും. അലർജിക് ആസ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പൊടിപടലങ്ങൾ, അലർജി എന്ന് പറയില്ലേ, പൊടി, ഡസ്റ്റ്, സ്മോക്ക്, ചിലർക്ക് പുകയുടെ പ്രശ്നം, ഡസ്റ്റ്, സ്മോക്ക്, പിന്നെ അനിമൽസിൻ്റെ മുടിയിൽ നിന്ന് വരുന്നത്, പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ വളരെയധികം മാലിന്യങ്ങളുണ്ട്. ആ മലിനീകരണം, പൊല്യൂഷൻ കൊണ്ടുവരാം. ചിലർക്ക് ചില ഡ്രഗ്സിനോട് അലർജി ഉണ്ടാവും, ഫുഡിനോട് അലർജി ഉണ്ടാവും. ഇതെല്ലാം അഗ്രവേറ്റ് ചെയ്ത് ക്രോണിക് ആസ്മയിലേക്ക് കൊണ്ടുവിടാറുണ്ട്, നേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. നോൺ അലർജിക് ആസ്മ എന്ന് പറയുന്നത് പേടി കൊണ്ടും ആങ്സൈറ്റി കൊണ്ടും സ്ട്രെസ്സ് കൊണ്ടുമൊക്കെ, അത് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലേക്ക് പെടുത്താം നോൺ അലർജിക് ആസ്മയെ. ആസ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെമഡി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാവിലെ നമ്മൾ കുടിക്കുന്ന ഒരു ഡ്രിങ്ക്. അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഉലുവ അറിയാമല്ലോ, മേത്തി സീഡ്സ്, ഉലുവ ഒരു കുറച്ച് വെള്ളത്തിൽ, 1 ലിറ്ററോളം വെള്ളത്തിൽ കുറച്ച് ഉലുവ, ഒരു പിടി ഉലുവ ഇട്ട് ഒരു അരമണിക്കൂർ തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് ഞാനിപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അരമണിക്കൂർ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം, 1 ലിറ്റർ വെള്ളം ഇത്രയും വെള്ളമായി മാറിയത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇഞ്ചി അറിയാം നമുക്ക്, ഇഞ്ചിയുടെ ചാറ്, ഇഞ്ചി നീരെന്ന് പറയില്ല, ഇഞ്ചി ചാറ് ഒഴിച്ചിട്ട് രുചിക്ക് വേണ്ടി ഒരല്പം തേനും ഒഴിച്ചു. അത് മാത്രമല്ല, രുചിക്കെന്ന് പറയാൻ പറ്റില്ല, ആസ്മയ്ക്ക് വളരെ നല്ലൊരു റെമഡിയാണ് തേൻ. തേനിൻ്റെ മണം ശ്വസിക്കുന്നത് പോലെ, അതായത് ഒരു ബൗളിൽ കുറച്ച് തേൻ എടുത്ത് വെച്ച് അതിൻ്റെ ഒരു മണം ഏൽക്കുന്നത് ഇവർക്ക്, ആസ്മ പേഷ്യൻസിന് ഒത്തിരി റിലീഫ് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇച്ചിരി തേൻ ഒഴിച്ച് കുടിക്കാം. ഞാൻ കാണിക്കാം. ഈ ഉലുവയുടെ ആ വെള്ളമാണിത്. അല്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലേശം എടുക്കുക. ഇത് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റൊക്കെ ഇത് വെച്ചേക്കാം ഈ വെള്ളം. അതിലേക്ക് ലേശം ഇഞ്ചി നീരും ഒഴിക്കുക. ഇഞ്ചി നീരും ഒഴിച്ച് 1 ടീസ്പൂൺ തേൻ ഇതിൽ ചേർക്കുക. ഇതെന്നും രാവിലെ കുടിക്കുക, നല്ലതാണിത്. ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളവും ഇഞ്ചിച്ചാറും തേനും കൂടി ചേർത്ത് രാവിലെ എന്നും കഴിക്കുന്നത് ആസ്മ രോഗികൾക്ക് വളരെ നല്ലതാണ്. ഇതാണ് അങ്ങനെ എടുത്ത വെള്ളം. ഇതുപോലെ ആസ്മയ്ക്ക് കഴിക്കാവുന്ന മറ്റൊരു മരുന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ നെല്ലിക്ക പൊടിച്ച്, നെല്ലിക്ക ഉണക്കി പൊടിച്ച്, നെല്ലിക്കാപ്പൊടി. ഇത് നെല്ലിക്കാപ്പൊടിയാണ്. ഈ നെല്ലിക്കാപ്പൊടി 2 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയിൽ വേറൊന്നുമില്ല, തേനും ചേർത്ത് കഴിക്കുക. ഒരു പേസ്റ്റ് ഫോമിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ സൗകര്യമെന്ന് വെച്ചാൽ അതുപോലെ, തേൻ കൂടുതലാക്കി ഒരു സെമി ലിക്വിഡ് ഫോമിൽ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. വളരെ നല്ലതാണ് തേനും നെല്ലിക്ക. ഇതെല്ലാം ഈ ആൻറ്റി അലർജിക് പ്രോപ്പർട്ടീസാണ് ഇതിലൊക്കെ ഉള്ളത്. നെല്ലിക്കാപ്പൊടിയും തേനും കൂടി കലർത്തിയ ഈ പേസ്റ്റ്, ഇത് പേസ്റ്റ് രൂപത്തിലും നേരത്തെ പറഞ്ഞ പോലെ സെമി ലിക്വിഡ് ഫോമിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ആസ്മയുള്ളവർക്ക് തേൻ്റെ അളവ് കൂടിയതുകൊണ്ട്, ഡയബറ്റിസ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ തേൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്കൊരു അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ചില കോംപ്രമൈസുകൾ ചെയ്തേ പറ്റും. എനിക്ക് നിറയെ പേരറിയാം, ആസ്മയുള്ള കുട്ടികൾ വീട്ടിൽ അല്ലെങ്കിൽ മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ പെറ്റ്സിനെ വീട്ടിനുള്ളിൽ, ഫ്ലാറ്റുകളിലുള്ളിലൊക്കെ വളർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സയും ചിലപ്പോൾ ഫലിച്ചു എന്ന് വരില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ പെറ്റ്സിൻ്റെ രോമങ്ങൾ അലർജിക്ക് ഭയങ്കര കേടാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ സ്മോക്ക് അലർജി ഉണ്ട്, ആസ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് നമ്മൾ വേണ്ടാന്ന് വെക്കുക. നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇനിയെങ്കിലും ആരോഗ്യപരമായി ചിന്തിക്കൂ, പ്രവർത്തിക്കൂ, സന്തോഷമുള്ള ഒരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഗുഡ് ബൈ.